ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. മഴക്കാലത്തിന് മുന്നോടിയായി പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുന്നു. വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് തല യോഗം ചേർന്നു. മഴക്കാലം പടിവാതിൽക്കലെത്തി നിൽക്കെ പകർച്ചവ്യാധികൾ തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ JHI ഉൾപ്പെടെ അല്ലെങ്കിൽ JPHM ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആളുകളെ ഓരോ വാർഡിലേക്കും നമ്മൾ നിശ്ചയിച്ച ഒരു കൺവീനറുമായിക്കൊണ്ട് വാർഡ് തല ജാഗ്രതാ സമിതികൾ നമുക്ക് രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മുൻ വർഷങ്ങളിൽ ഉണ്ടായ കുറവുകളെ പരിഹരിക്കത്തക്ക രീതിയിൽ നമുക്ക് സർക്കുലർ അനുസൃതമായി നടപ്പിലാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഈ ഒരു ഉദ്യമത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു അവലോകന യോഗം നടത്തണമെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയ് 20-ാം തീയതിക്കകം നമ്മൾ ഇത് നടപ്പിലാക്കാൻ തക്ക രീതിയിലുള്ള ഒരു പദ്ധതി ഇന്ന് പഞ്ചായത്തിൽ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിനെ സഹായിക്കത്തക്ക രീതിയിലാണ് ഇന്നിപ്പോൾ നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്, ക്ലബ്ബുകാരുണ്ട്, കൂട്ടായ്മക്കാരുണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഓരോരുത്തരുമുണ്ട്, കർഷകർ പങ്കെടുക്കുന്നുണ്ട്, നമ്മളുടെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. തൊഴിലുറപ്പിൻ്റെ നമ്മളൊരു സേവനമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മളിതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അവരുടെ മാത്രം നിക്ഷിപ്ത ഉത്തരവാദിത്തമാണ് എന്നൊരു പൊതുബോധത്തിലേക്ക് നമ്മുടെ നാട് പോയി എന്നുള്ളതാണ്. ഓരോ വാർഡിലും വാർഡ് മെമ്പർമാരുടെയും ആശാ വർക്കർമാരുടെയും നേതൃത്വത്തിൽ അടിയന്തരമായി യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്ന് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. മഴക്കാലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികൾ മുൻകൂട്ടി കണ്ട് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. ഉറവിട നശീകരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്നുള്ള നിലയ്ക്ക് ഈ പഞ്ചായത്ത് യോഗത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ സംസ്ഥാന സർക്കാർ എല്ലാ പ്രാവശ്യവും നമുക്ക് നൽകാറുണ്ട്, ആരോഗ്യവകുപ്പ് തരാറുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ 1-ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് എല്ലാ വാർഡിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ചെയർമാനായിക്കൊണ്ട് അതത് ആരോഗ്യ പ്രവർത്തകർ കൺവീനർമാരായിക്കൊണ്ട് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാർഡിലെ വിവിധ പകർച്ചവ്യാധി ബാധിക്കാനിടയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുകയും ആയതിനു ശേഷം ആ ഹോട്ട്സ്പോട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതി ആ ചെയർമാന്റെയും കൺവീനറുടെയും നേതൃത്വത്തിൽ ആശാപ്രവർത്തകർ. വൈസ് പ്രസിഡന്റ് ഷിജിത മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, AK അഷ്റഫ്, വിവിധ സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു യോഗമാണ് നിങ്ങളിൽ വിളിച്ചിരിക്കുന്നത്. അതിൽ നമ്മള് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളും നമുക്കുണ്ടാവേണ്ടതാണ്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനേ പറ്റുള്ളൂ. ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ യത്നം വിജയിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് CCV.